ചികിത്സയ്ക്കൊന്നും ഗോപാലകൃഷ്ണന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും അമ്പലനടയിൽ കിടന്ന് മരിക്കാനായിരുന്നത്ര അയാളുടെ താല്പര്യം. അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആരോടും പറഞ്ഞില്ല. ഒടുവിൽ റോഡിൽ എവിടെയോ ബോധം കെട്ട് കിടന്നപ്പോ വഴിയാത്രക്കാരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ടും പലതവണ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവശത കൂടി എവിടെയെങ്കിലും കിടക്കുമ്പോ പോലീസോ ആരോഗ്യ പ്രവർത്തകരോ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും. ഒടുവിലൊടുവിൽ ഗോപാലകൃഷ്ണൻ എന്നെ മനസ്സിലായി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ലാന്ന്. അങ്ങനെ ഇവിടെ തന്നെയായി കിടപ്പ്. ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. അല്ല, ഭക്ഷണത്തിന് 5 പൈസ ഇല്ല ശാരദാമ്മേ. ഒരു കോടീശ്വരനെ അവിടെ കിടക്കുന്നേന്ന് ആരെങ്കിലും പറയൂ? ഇടയ്ക്ക് ആ രാജേശ്വരിയും ബാലേന്ദ്രനും ഇവിടെ അന്വേഷിച്ചു വന്നിരുന്നു. ഗോപാലകൃഷ്ണനെ കാണാനോ സഹായം ചെയ്യാനോ ഒന്നുമല്ല കേട്ടോ. സ്വത്തെല്ലാം ഗോപാലകൃഷ്ണന്റെ പേരിലല്ലേ കിടക്കുന്നേ. അതെന്തോ വിൽക്കാൻ ഗോപാലകൃഷ്ണൻ ഒപ്പിട്ട് കൊടുക്കണോത്രേ. മുഖത്താട്ടി വിട്ടു ഗോപാലകൃഷ്ണൻ. ഇയാൾ ഇവിടെ കിടന്ന് പുഴുത്ത് ചാകുമെന്ന് പ്രാഗിട്ടാ അവരിവിടുന്ന് ഇറങ്ങിപ്പോയത്. ആരെ കണ്ടാലും ചാടിക്കടിക്കാൻ ചെല്ലുന്നോണ്ട് ഒറ്റയാളും തിരിഞ്ഞു നോക്കുന്നില്ല ശാരദാമ്മേ. കയ്യില് പൈസയും കൂടി ഇല്ലാത്തോണ്ട് അവസ്ഥയൊക്കെ വലിയ കഷ്ടമാ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സർക്കാർ ശമ്പളമല്ലേ. അവർക്കൊക്കെ ഒരുതരം വെറുപ്പാ. എന്നെ പോലെ മുൻപരിചയമുള്ള 1-2 പേർക്ക് അങ്ങോട്ടൊരു കണ്ണുവാട്ടം ഉള്ളൂ. ധർമാശുപത്രി ആയോണ്ട് മരുന്നൊക്കെ സൗജന്യമായിട്ട് കിട്ടില്ലേ? അതൊക്കെ കണക്കാന്നേ. പനിയും ജലദോഷവും മാത്രമൊന്നും അല്ലല്ലോ മനുഷ്യന്മാർക്ക് വരുന്ന അസുഖം. ഗോപാലകൃഷ്ണന്റേതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ പുറത്തേക്കൊരൊറ്റ കുറിപ്പാ. അതിക്കുറച്ച് പിന്നെ കമ്മീഷന്റെ ഇടപാടുകൂടെ ഉണ്ടെന്ന് കൂട്ടിക്കും. ഇടയിൽ പെടുന്നത് ഗോപാലകൃഷ്ണനെ പോലുള്ള പാവപ്പെട്ട രോഗികളാണ്. 10 രൂപയുടെ റൊട്ടി വാങ്ങാൻ ഗതിയില്ലാത്തവര് 10,000ന്റെ മരുന്ന് എങ്ങനെ വാങ്ങാനാ? ചുമച്ച് ചോര ഛർദിക്കുന്നത് കാണുമ്പോ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് ഞാൻ സഹായിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു പരിധിയുണ്ടല്ലോ. കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ. ഇക്കണക്കിന് പോയ രാജേശ്വരി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും കേട്ടോ. ഇവിടെ കിടന്ന് തന്നെ അങ്ങ് അയ്യോ, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ശരി, പോയിട്ട് വരാം. അല്ല, സുസ്മിതയെ കണ്ടില്ലല്ലോ ഇതുവരെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതുപോലത്തെ സാരികൾ വേണം ഇങ്ങനത്തെ ചടങ്ങിന് ഉടുക്കാൻ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കുള്ളതിൽ ഏറ്റവും നല്ലതാ ഉടുത്തിരുന്നത്. പിന്നെ അത് തന്നെ അടിച്ച് നിന്റെ പല്ല് 32 ഞാൻ താഴെ ഇടും. നിനക്ക് എന്താ വേണ്ടേ? ഞാൻ സാരി മാറ്റിയില്ലേ? അതാടി ബുദ്ധിയുള്ള പെണ്ണുങ്ങളോട് കളിക്കാൻ നിക്കല്ലേ എന്ന് പറയുന്നേ. ആകാശം ഇടിഞ്ഞു വീണാലും നീ ഈ സാരി മാറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ
സാരി മാറ്റിയത് നീയോ അതോ നിന്റെ പട്ടിയോ? മാറേണ്ടത് നിന്റെ സാരിയല്ല, നിന്റെ മനസ്സാ. അതിന് ഞാൻ എന്ത് ചെയ്തുന്നാ? നീ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ മുൻകൂറായി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവമായിരിക്കണോടി കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ്. ദൈവം ഒലക്കയുടെ മൂട്. ഇവളെന്തോ അറിഞ്ഞു വെച്ചതുപോലുണ്ടല്ലോ. നീ എന്തായി ആലോചിക്കുന്നത്? ശാലിനി, വെറുതെ എന്നെ ഇങ്ങനെ വരട്ടല്ലേ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയേ. അതെ, നീ തന്നെയാണ് പിഴ. വാ. സാരി മാറ്റിയത് കൊണ്ടൊന്നും കാര്യമില്ലടി. അതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് മാത്രമായിരുന്നു. സുസ്മിതയുടെ ശരിക്കുള്ള അസ്ത്രം ഭാമാന്റെ ഫോണിൽ കിടപ്പുണ്ട്. എന്താടി നിന്ന് കളഞ്ഞ? വാ, കുപ്പിപ്പാല് തരാം. അത്രയ്ക്ക് നിഷ്കളങ്കയല്ലേ നീ? വാ. പെട്ടെന്ന് തീരുമാനിച്ചൊരു ചടങ്ങായതുകൊണ്ട് പലരെയും വിട്ടുപോയി കേട്ടോ. എല്ലാരെയും വിളിക്കാൻ പറ്റിയില്ല. ശാലിനി, നമ്മുടെ സുസ്മിതയെ കണ്ടില്ലല്ലോ. വന്നിട്ടുണ്ട് സത്യാമ്മേ. എന്നിട്ട് എവിടെ? സുസ്മിതേ, സുസ്മിതേ. വാ. എന്താ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? ഞാൻ കുറച്ച് ഫോട്ടോസ് ആന്റിക്ക് അയക്കാം. അത് കാണുമ്പോൾ ഞാൻ ഒന്നും പറയാതെ തന്നെ ആന്റിക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കോളൂ. എന്നെ രോഹിത് പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞേ? അതിന്റെ അർത്ഥം എന്താണെന്ന് ആന്റിക്ക് ഇപ്പൊ മനസ്സിലാവും. നീ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു സത്യാമ്മേ. നീ തന്നെ അങ്ങ് സ്ക്രിപ്റ്റ് എഴുതുകയല്ലടി. അത് നിനക്ക് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളടി. കൊള്ളാലോ സുസ്മിതയുടെ സാരി. ഇവൾക്ക് എന്താ ഒരു കുറവ്? നല്ലൊരു കുടുംബത്തിലേക്കല്ലേ കെട്ടിച്ചയച്ചേക്കുന്നത്. എല്ലാ പ്ലാനും ഇവള് പൊളിച്ചു കളഞ്ഞല്ലോ. വാമാൻഡി, ഒരു കാര്യം പറഞ്ഞു സുസ്മിത. ഇന്നലെ ഞാൻ അയച്ച ഫോട്ടോസ് കണ്ടോ ആന്റി? സുസ്മിത, നമുക്കത് സമാധാനമായിട്ട് സംസാരിക്കാം. ആന്റി, എനിക്ക് തന്റെ ജീവിത പ്രശ്നോ? ആന്റി, ഇവിടെ വെച്ച് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ആ ഫോട്ടോയിൽ കണ്ടത് സത്യമാണല്ലോ. ശാലിനി, ആ ഫോട്ടോ ഒട്ടിച്ചു ചേർക്കുന്ന എന്തോ ഒരു സൂത്രവിദ്യയൊക്കെ ഉണ്ടല്ലോ. എന്താ അത്? അത് മോർഫിംഗ്. അയ്യോ, അതൊന്നും അല്ലല്ലോ അത്, അല്ലേ? 100% സത്യം ആന്റി. ഞാൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചതല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം.
വാ. അല്ല ആന്റി, ഇവിടെ വെച്ച് വരാനല്ലേ പറഞ്ഞത്? വാ. ആന്റി ഇങ്ങോട്ട് നിൽക്ക. എന്താ ആന്റി, നമ്മൾ എന്തിനാ ഒളിക്കുന്നത്? നമുക്ക് ഈ കാര്യം പരസ്യമായിട്ട് സംസാരിച്ചൂടെ? നിനക്കിതിൽ നാണക്കേടൊന്നും തോന്നില്ലേ സുസ്മിത? എന്തിനാ ആന്റി നാണക്കേട്? ഈ കേസിൽ മദ്യപാനം ഒരു ഹോബിയല്ല, രോഗാവസ്ഥ തന്നെയാ. എന്ന് തുടങ്ങിയത് ഇത്? വർഷങ്ങളായിട്ടുണ്ട് ആന്റി ഇത്. ഇപ്പൊ അത് തുറന്നു പറയാൻ ഒരു അവസ്ഥ വന്നു മാത്രം. ശരി, നീ നിന്റെ രാമായണം മുഴുവൻ വായിക്കണ്ട. എന്താ ഇതിനൊരു പരിഹാരം എന്ന് പറയാ എന്നോട്. അത് ബന്ധം ഒഴിയണം ആന്റി. ഒരു മദ്യപാനിക്ക് കുടുംബജീവിതം ഉണ്ടോ? പങ്കാളിയേക്കാൾ അയാളെ സ്നേഹിക്കുന്നത് മദ്യത്തെ ആയിരിക്കും. ഉള്ള സ്വത്ത് മുഴുവൻ കുടിച്ചു തീർത്താ പിന്നെ കടവും ദുരിതവും ബാക്കി. ഒടുവിൽ കുടിച്ചു കുടിച്ച് തന്നെ ചാവും. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ സുസ്മിത നീ ഇത് ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തുന്നാ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതൊരു രോഗാവസ്ഥയിൽ എത്തിയിരിക്കുക. വേണ്ടാന്ന് വെച്ചാലും കുടിച്ചു പോവും. മുമ്പൊക്കെ ആൾക്കാരെ ഒളിച്ചായിരുന്നു, ഇപ്പൊ പല്ല് പോലും തേക്കാതെ കുപ്പി പൊട്ടിക്കുന്നത്. ആന്റി ആന്റി ഇതിനൊരു തീരുമാനം പറയണം. പറഞ്ഞ വിശ്വാസം വരാത്തോണ്ടാ ഫോട്ടോ കാണിച്ചിട്ട് സംസാരിക്കാന്ന് വെച്ചത്. നിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. ഇതല്ലേ? അത് തന്നെ. നോക്കടി. അയ്യോ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ ഫോട്ടോ എന്റെ ഫോണിലേക്ക് അയച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? അല്ല ആന്റി, ഞാൻ അയച്ചതല്ല. നിന്റെ നമ്പറിൽ നിന്ന് നീ തന്നെ അയച്ചതാ. കണ്ണു തുറന്ന് നോക്കങ്ങോട്ട്. അവള് വെച്ച കെണിയിലെ അവള് തന്നെ വീഴണം. നൈസ് പൊസിഷൻ. നീ അങ്ങനെ തന്നെ കിടക്ക്. ഓ, അത് കൊള്ളാം.
സത്യമ്മയ്ക്ക് അയക്കാം. ഇതാണ് സുസ്മിത സത്യമ്മയ്ക്ക് അയച്ച ഫോട്ടോസ്. ഇത് കണ്ടിട്ട് സത്യമ്മ തീരുമാനിക്കട്ടെ എന്താ ഇവളുടെ പ്രശ്നം. ദൈവമേ, ആ രോഹിതിനെ പൂവിട്ട് തൊഴണം, നിന്നെ പോലൊരു മദ്യപാനെ സഹിക്കുന്നതിന്. ആന്റി, ഞാനല്ല. മിണ്ടരുത്, നീ മിണ്ടരുത്. മുമ്പൊരിക്കൽ വന്ന കല്യാണം നീ തന്നെ മുടക്കിയതേ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതുമായ ഫോട്ടോകളാണ് നീ തന്നെ അയച്ചു കൊടുത്തിട്ടാ. അന്ന് ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഇപ്പൊ നീ തന്നെ പറയുന്നു വർഷങ്ങളായിട്ടുള്ള ശീലമാണെന്ന്. ഇതുവരെ ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂന്ന്. ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ട്? ആന്റി, ഞാനല്ല. സത്യമേ, എന്താ സത്യമേ പ്രശ്നം? ഇങ്ങോട്ട് താ, ഇത് കണ്ടോ, നോക്ക്. എന്താ അത്? എന്നോടെ അയ്യേ, എന്തൊരു വൃത്തികേടത്. നോക്ക്. നാണക്കേട്. ഇതെങ്ങനെ സത്യമയുടെ മൊബൈലില്? ഇവള് തന്നെ എനിക്ക് അയച്ചു തന്നതാ. ഇന്നലെ ഇവള് പറഞ്ഞില്ല ഇവക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്താന്ന് ആലോചിച്ച് ഞാൻ കുറെ ടെൻഷനായി. ഈ ഫോട്ടോസ് കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അല്ല, ഇപ്പം എന്താ സുസ്മിതയുടെ പ്രശ്നം? അവക്ക് ബന്ധം ഒഴിയണത്രേ. അത് ഇവളുടെ നല്ല മനസ്സുകൊണ്ടല്ലേ സത്യാമ്മേ? പാവം. പാവോ? ആ, അതെ സത്യാമ്മേ. ഇപ്പോഴേ ഇവള് വിചാരിച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അല്ലേ? ശരിക്കും ഇതൊരു രോഗ സത്യാമ്മേ. അങ്ങനെ താൻ രോഹിത്തിന് ഒരു ഭാരം ആവണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പാവം, അത് രോഹിത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അല്ലേ? ആണോ ആന്റി? അതെ സത്യാമ്മേ. ഇവൾക്ക് സ്വയം തിരുത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ബോധമുള്ള ഏതോ സമയത്ത് സത്യാമ്മയുടെ ഫോണിലേക്ക് ഈ ഫോട്ടോസ് അയച്ചു തന്നെ. ആന്റി, ഇത് ഞാൻ അയച്ചതല്ല. അതെ, ഇതൊക്കെ ഒരു സമ്പൂർണ്ണ മദ്യപാനിയുടെ ലക്ഷണങ്ങളാ സത്യാമ്മേ. ചില സമയത്ത് കുറ്റബോധം തോന്നുമ്പോ അവര് ചിലപ്പോ അത് സ്വയം തിരുത്താൻ ശ്രമിക്കും. പക്ഷെ മദ്യത്തെ വിട്ടുപിരിയേണ്ടി വരും എന്നാകുമ്പോ നേരത്തെ പറഞ്ഞതെല്ലാം പിൻവലിക്കും. ചിലപ്പോ ഈ ഫോട്ടോ എടുത്തത് രോഹിത് ആണെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്കത് ചികിത്സിച്ച് മാറ്റാം. ശാലിനി, അതെ. അല്ല, ഇവള് സഹകരിച്ചാൽ മാത്രം മതി കേട്ടോ. സുസ്മിത സഹകരിക്കും അല്ലടി? ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. അയ്യോ, നീ ഇനി ഒന്നും എന്നോട് പറയണ്ട. സത്യാമേ, തിരുമേനി വന്നു. മിണ്ടാതെ നിന്നോണം. എത്തിയിട്ടുണ്ട്. തിരുമേനി, ആന്റി, ആന്റി മര്യാദക്ക് നിക്കടി. ആൾക്കാരൊക്കെ എത്തിയോ?
ആ എത്തിക്കൊണ്ടിരിക്കുക തിരുമേനി. മാമാന്റെ ഒന്ന് കേക്ക്. സുസ്മിത മിണ്ടാ നിൽക്കാനാ പറഞ്ഞത് കേട്ടോ. അല്ല എന്തു പറ്റി? അല്ല, ചെറിയ അസുഖമുള്ള കുട്ടിയാ. ചൂടോ കണ്ടപ്പോഴേ തോന്നി. തിരുമേനി വരണം. വന്നട്ടെ. അകത്തേക്ക് ഇരിക്കാം. ഓ ആയിക്കോട്ടെ. നല്ല പണി കൊടുത്ത ലക്ഷണമുണ്ട്. ഇനി രോഹിത്തിനെ കുറിച്ച് സുസ്മിത എന്ത് പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കില്ല. അത് കലക്കി. അല്ലടോ, എനിക്കൊരു സംശയം. ഈ സുസ്മിത തന്നെ ഫോട്ടോ എടുത്തെന്ന് അമ്മ വിശ്വസിക്കണമെങ്കിലേ അവള് സെൽഫി അല്ലേ എടുക്കണ്ടേ?